നമസ്കാരം. ഗ്രാമപോരിലേക്ക് സ്വാഗതം. കേരള തലസ്ഥാനത്ത് നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കാനുള്ള തന്ത്രപരമായ ശ്രമത്തിന്റെ ആദ്യ ചുവടുവെപ്പെന്ന നിലയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻ MLA കെ ശബരിനാഥിനെ പോലെ ജനകീയനും പരിചയസമ്പന്നനുമായ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും കോൺഗ്രസ് തങ്ങളുടെ തന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ ഇടതിനും BJPക്കും കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. കേവലം സ്ഥാനാർത്ഥി പട്ടിക കൊണ്ട് കോൺഗ്രസിന് എതിർ പാർട്ടികളെ ഒരു പരിധിവരെ വിറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനായി കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് യുവ നേതാക്കളെയാണ്. ഇക്കൂട്ടത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരം നൽകിയതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുന്നതിനുള്ള മറ്റൊരു തന്ത്രമെന്ന നിലയിൽ തന്നെയാണ്. നീതു, വൈഷ്ണ, രാജി തുടങ്ങിയ ശക്തരായ നിരവധി വനിതാ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ പട്ടികയിലുള്ളത്. ഇക്കൂട്ടത്തിൽ പട്ടം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി കൂടിയുണ്ട്. പിണറായി സർക്കാർ പോറ്റി വളർത്തിയ ഇടതിന്റെ സ്വന്തം ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷനെ ദുർഭരണത്തിലൂടെയും അഴിമതിയുടെയും തകർത്തപ്പോൾ അതിനെതിരെ പലതവണ ശബ്ദമുയർത്തിയ കോൺഗ്രസിന്റെ ശക്തിയായ വനിതാ പ്രവർത്തകയും യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയുമായ രേഷ്മ സി തെരഞ്ഞെടുപ്പ് പോലൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പലതവണ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മത്സരിക്കുന്നത് ആദ്യമായാണ്. കുടുംബപരമായി കോൺഗ്രസിന്റെ ഭാഗമായ രേഷ്മ ഇതിനകം തന്നെ പട്ടം വാർഡിൽ പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞു. അതേസമയം ഒരു ഡെപ്യൂട്ടി മേയർ കൗൺസിലറായിരിക്കുന്ന വാർഡാണ് പട്ടം. ഇവിടെയാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രേഷ്മ മത്സരിക്കുന്നത്. അതത്ര എളുപ്പമല്ലെന്ന് രേഷ്മ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ നഗരസഭാ അഴിമതികളെ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയാണ് രേഷ്മ തന്റെ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം പോലും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാതെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ കുടിവെള്ളത്തിന്റെ പേരും പറഞ്ഞ് റോഡുകൾ ഉൾപ്പെടെ കുത്തിപ്പൊളിച്ച് യാത്രാ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന നഗരസഭയുടെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടിയാണ് രേഷ്മയുടെ പ്രചരണം. നിലവിലെ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറിന്റെ വാർഡിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പരിതാപകരമാണ്. അശാസ്ത്രീയമായ കാരണങ്ങൾ പറഞ്ഞ സ്മാർട്ട് സിറ്റി റോഡ് പ്രൊജക്ടിന്റെ പേരിലാണ് നല്ല റോഡുകൾ ഉൾപ്പെടെ നിലവിലെ നഗരസഭ പൊളിച്ചിട്ടിരിക്കുന്നത്. നഗരസഭയുടെ അഴിമതിയിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് പറയുന്നത്. ഈ കാണുന്നത് പുതുപ്പള്ളി ലൈനിലാണ്. നാല് മാസത്തോളം ടാറ് കഴിഞ്ഞ ഒരു റോഡാണ് ഈ കിടക്കുന്നത്. ഇവിടെ അഞ്ചു വർഷത്തോളമായിട്ട് കുടിവെള്ളത്തിന്റെ ക്ഷാമം നേരിട്ട് അനുഭവിക്കുന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. ഇത്രയും നാളായിട്ടും ഇവിടെ ഒരു കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമായിട്ട് ഇവിടെ പലരും റെസിഡൻസ് അസോസിയേഷൻ വരെ മുന്നോട്ട് പോയിട്ട് പോലും അന്നൊന്നും നടപ്പാക്കാത്ത ഇപ്പോ ഇലക്ഷൻ സമയം ആയപ്പോഴത്തേക്കും വെട്ടിക്കുലുക്കുകയും കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ റോഡ് മൊത്തവും അലങ്കോലമാക്കിയിട്ടേക്കുകയാണ് കോർപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡെപ്യൂട്ടി മേയർ ഭരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഏറ്റവും രീതിയിൽ സ്ലോ ആയിട്ട് ഇപ്പൊ പരിപാടി നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും കോർപ്പറേഷന്റെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഫുൾ അഴിമതിയാണ്. PR വർക്ക് കൊണ്ട് മാത്രമാണ് അത് മുന്നോട്ട് പോകുന്നത്. സർക്കാരിന്റെ ഭരണത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെയും മുരടിച്ച വികസനങ്ങളുടെ തെളിവാണ് പട്ടം വാർഡ്. ഇവിടെ ഇനിയും വികസനങ്ങൾ പാതി വഴിയിൽ തുടരാൻ അനുവദിക്കരുത്. അതിന് ജനങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് വേണമെന്നാണ് രേഷ്മ പറയുന്നത്. റോഡുകൾ ഉൾപ്പെടെ വികസനത്തിന്റെ പേരിൽ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന കോർപ്പറേഷന്റെ ഭരണത്തിനെതിരെ നടന്ന കോൺഗ്രസ് പ്രതിഷേധങ്ങളിലെ ഉൾപ്പെടെ സ്ഥിര സാന്നിധ്യവും മുൻനിര പോരാളിയുമാണ് രേഷ്മ. നിലവിലെ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ പോരായ്മകൾ എണ്ണിപ്പറഞ്ഞാണ് രേഷ്മ തന്റെ പ്രചരണം തുടരുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലിന് വേണ്ടി പക്വതയില്ലാത്ത ആര്യ രാജേന്ദ്രനെ പോലെയുള്ളവരെ കോർപ്പറേഷന്റെ തലപ്പത്ത് കൊണ്ടുവന്ന സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ഉൾപ്പെടെ രേഷ്മ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ അത്ര കണ്ട് പ്രതിരോധിക്കാൻ ഇടത് സ്ഥാനാർത്ഥിക്കോ BJPയുടെ സ്ഥാനാർത്ഥികൾക്കോ കഴിയില്ല. പട്ടം വാർഡിലെ മാത്രമല്ല, തിരുവനന്തപുരത്തെ മുരടിച്ച വികസന പ്രവർത്തനങ്ങളും രേഷ്മയുടെ വാദത്തെ ഉറപ്പിക്കുന്നവയാണ്. എന്തായാലും പട്ടം വാർഡിനെ ഇതുപോലെ ഭരിച്ചു മുടിക്കുന്ന വികസനങ്ങൾക്ക് കർട്ടനിടുന്ന പാർട്ടിയുടെ നേതാക്കളിൽ നിന്നും രക്ഷിക്കേണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ രേഷ്മയുടെ വലിയൊരു ലക്ഷ്യമാണ്. അതിന് പട്ടം വാർഡിലെ ജനങ്ങൾക്ക് സാധിക്കും. ജനങ്ങൾ തന്നോടൊപ്പവും കോൺഗ്രസിനൊപ്പവും നിൽക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് രേഷ്മയും കോൺഗ്രസും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.